നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷണക്കേസിലെ 2 പ്രതികൾ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ആലപ്പുഴ സ്വദേശികളായ വിനീത്, രാഹുൽ എന്നിവരാണ് രക്ഷപ്പെട്ടത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്ന് കെ രാജൻ. ചാലക്കുടിയിലെ വ്യാജ മയക്കുമരുന്ന് കേസിലെ പ്രതി നാരായണൻ ദാസിനെ പിടികൂടാനാവാതെ പോലീസ്. നാരായണദാസ് ബാംഗ്ലൂരിലുണ്ടെന്ന് സൂചന. മീനഭരണിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. തൃച്ചന്ദന ചാർത്തും അശ്വതി കാവുതീണ്ടലും ഈ മാസം 31-ന്. ആറാട്ടുപുഴ പൂരപ്പാടം ആറാട്ടുപുഴ പൂരത്തിന് സജ്ജമാക്കി തുടങ്ങി. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. ചേലക്കര അന്തിമഹാ കാളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ബിജെപി മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. ബിജെപി പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് പങ്ങാരപ്പള്ളി സ്വദേശി വി ഗിരീഷാണ് അറസ്റ്റിലായത്. ചാവക്കാട് മണന്തലയിൽ സ്കൂൾ ബസ് ടോറസിന് പുറകിലിടിച്ച് 7ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരുമനയൂർ നാഷണൽ ഹുദ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നികൾ വാഴകൃഷി നശിപ്പിച്ചു. തയ്യൂർ അമ്പക്കാട്ട് പ്രഭാകരന്റെ കൃഷിയിടത്തിലെ 150ഓളം വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാഞ്ഞിരങ്കോട് സ്വദേശി 40 വയസ്സുള്ള നിഷാദാണ് മരിച്ചത്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ആയുർവേദ കൂട്ടായ്മ ലഹരിവിരുദ്ധ സന്ദേശവും ക്രിക്കറ്റ് ടൂർണമെന്റും സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ സ്ഥാപക നേതാവായ ശരത് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 30-ന് 28 ദേശങ്ങളിൽ നിന്നായി നാടൻ വേലകൾ ക്ഷേത്രത്തിലെത്തും. മാർച്ച് 31-നാണ് പൂരാഘോഷം. സർക്കാരിന്റെ ശുചിത്വ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട്ടൂർ പഞ്ചായത്ത് 160ഓളം കുടുംബങ്ങൾക്ക് വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ടി വി ലത വിതരണം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഹി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും സംയുക്തമായി ലഹരി വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുമരനെല്ലൂർ NSS കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. തലപ്പിള്ളി NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ UP സ്കൂളിലെ കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കിഫ്ബി ഫണ്ട് 5 കോടി രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 70% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതാണെന്ന് MLA. തിരുവത്ര ബ്ലൈസ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പ്രസിഡന്റ് നാസിഫ്, സെക്രട്ടറി സിയാൻ, ഫഫാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ പഞ്ചായത്തിലെ വടക്കുമുറി വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് അംഗവുമായ KR ജോജോ പ്രഖ്യാപനം നടത്തി. കൊടകര വെല്ലപ്പാടി പൂതിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. ക്ഷേത്രക്കുളത്തിൽ നടന്ന ആറാട്ടിന് തന്ത്രി അഴകത്ത് മനക്കൽ മാധവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സാമൂഹ്യക്ഷേമവും സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അവതരിപ്പിച്ചു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ 200 വീടുകൾ കൂടി നിർമ്മിക്കാൻ 6 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK ഗോപാലൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ P സരിൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ തെക്കും പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത ഉദ്ഘാടനം നിർവഹിച്ചു. മാസങ്ങളോളമായി പണി കഴിഞ്ഞു കിടക്കുന്ന കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിനാൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ജയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
വോയിസ് ഓഫ് ദി വേൾഡ് മലയാളി കൌൺസിലിൽ നടക്കുന്ന പ്രഥമ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അർഹനായി. 26-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമ്മാനിക്കും. കുഴൂർ പഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തലമുറ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിജി സാജു അധ്യക്ഷയായി. കാട്ടൂർ പഞ്ചായത്ത് 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ചു. കാട്ടൂർ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം റവന്യൂ റിക്കവറി നടപടികൾ ഇല്ലാതെയാണ് 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ചത്. ഇറിഡിയം നിക്ഷേപ തട്ടിപ്പിൽ പോലീസ് നടപടി സ്വീകരിക്കില്ലെന്നാരോപിച്ച് നഗരസഭാ കൌൺസിലർ TK സാജു നിരാഹാര സമരത്തിലേക്ക്. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്ന് TK സാജു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ സ്പോർട്സ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നീ ഇനങ്ങളിൽ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കും. ഏപ്രിൽ 1-ന് കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ സ്ക്രീനിംഗ് നടക്കും. തിരുവത്ര കുമാർ AUP സ്കൂൾ വാർഷിക പത്രം വിദ്യാധനി പുറത്തിറക്കി. വാർഡ് കൌൺസിലർ MR രാധാകൃഷ്ണൻ പത്രം പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ കടുത്ത വേനലിലും കിണറുകളിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 14-ാം വാർഡിൽ പള്ളത്തുകാടാണ് കിണറുകളിൽ പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത്. എളവള്ളി കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യമായി നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 2ാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ ഈ മാസം 26 മുതൽ 30 വരെ നടക്കും. ബ്രദർ സാബു ആറുതൊട്ടിയിൽ കൺവെൻഷൻ നയിക്കും. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോ കമ്പോസ്റ്റിംഗ് ബിൻ വിതരണം ചെയ്തു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫും MK അബൂബക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനീർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 26-ന് തൃശൂരിൽ നടക്കുന്ന തൃശൂർ തൊഴിൽ പൂരം എന്ന മെഗാ ജോബ് എക്സ്പോയിൽ 25,000 ഉദ്യോഗാർത്ഥികൾക്ക് പങ്കാളികളാകുമെന്നും അതുവഴി 10,000 പേർക്ക് ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതുമാണെന്ന് വിജ്ഞാന കേരളീയ ജനകീയ ക്യാമ്പയിൻ അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, കേന്ദ്ര വിദ്യാലയ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് തൊഴിൽമേള നടക്കുന്നത്. മരത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ രുദ്രയോഗം നടത്തി. ക്ഷേത്ര രക്ഷാധികാരി ശ്രീലാൽ ശാന്തി നേതൃത്വം നൽകി. ദേശീയപാത വാണിയംപാറയിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്തു നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ വിനോദിനെയാണ് മർദ്ദനമേറ്റത്. വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായ 2ാം ദിവസമാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. എറവ് സെന്റ് തെരേസ സ്കൂളിൽ ഗ്രാജുവേഷൻ ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റോയി ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ നടത്തുന്ന മധ്യമേഖല ജാഥയ്ക്ക് തൃശൂർ KSRTC ഡിപ്പോയിൽ സ്വീകരണം നൽകി. AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ 52-ാം വാർഡിൽ കേരളവർമ്മ കോളേജിന് സമീപമുള്ള സ്വകാര്യ വ്യക്തികളുടെ റോഡിലും പറമ്പിലും മാലിന്യം തള്ളുന്നത് തടയാൻ CCTV ക്യാമറയും മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡും സ്ഥാപിക്കാൻ നടപടിയെടുത്തതായി ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.